പാറ്റ പാർട്ടിയുടെ അതിശക്തമായ ഫാസ്റ്റ് ബൗളിങ്ങിൽ BJP അല്ലെ RSS പാർട്ടിയുടെ മോഡി ആൻഡ് ടീമിന്റെ 2 വിക്കറ്റുകൾ വീണിരിക്കുകയാണ്. ഒരു റണ്ണ് പോലും എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യത്തെ ഓവറിൽ തന്നെ 2 വിക്കറ്റ് വീണിരിക്കുകയാണ്. UP-യിൽ ഒരു സീറ്റിൽ തോറ്റു, മധ്യപ്രദേശിൽ മറ്റൊരു സീറ്റിൽ തോറ്റു. അതും വൻ ഭൂരിപക്ഷത്തിൽ മറ്റു സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി. പിന്നെ ഗുജറാത്തിലോ 37% വോട്ടാണ് ആകെപ്പാടെ ചെയ്തത്. എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തിന് മേലിൽ വോട്ടർമാരുണ്ടായിരുന്ന ഒരു മണ്ഡലത്തിൽ ആകെപ്പാടെ 82,000 വോട്ടർമാരെ ഇത്തവണ ഇലക്ഷന് വന്നുള്ളൂ. ഈ ബൈ ഇലക്ഷന് എന്തൊരു ഗതികേടല്ലേ. ജനങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല BJPക്ക് വോട്ട് ചെയ്യാൻ പോലും. പിന്നിലെ ജയിക്കുന്ന കാര്യം. എന്നിട്ടോ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോഴോ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം. ആകെപ്പാടെ 82,000 വോട്ടിൽ 30,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ എന്തുകൊണ്ട് ബാക്കി 63% വോട്ട് ചെയ്തില്ല? അതൊന്നും മനസ്സിലാക്കേണ്ട കാര്യമല്ലേ. ഇതിന് മുമ്പത്തെ ഇലക്ഷനിൽ 1 ലക്ഷത്തിന് മുകളിലായിരുന്നു BJP സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ആ ജെൻസി പിള്ളേരെ ഉപദ്രവിക്കാൻ നോക്കി, അവരെ ഒതുക്കാൻ നോക്കി, അവരെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചു, അവരെ ടെററിസ്റ്റുകളെന്ന് വിളിച്ചു, ടെററിസ്റ്റിൻ്റെ B ഗ്രൂപ്പാന്ന് പറഞ്ഞു. ഇതിൻ്റെയൊക്കെ ഫലമല്ലേ? നമ്മുടെ കുട്ടികളെ ഇങ്ങനെയൊക്കെ പറയാമോ? ഒരു പ്രധാനമന്ത്രിയും കൂട്ടരും ചേർന്ന് ഉണ്ടാക്കിയ പൊല്ലാപ്പാണെന്ന് ഓർത്ത് നോക്കണം. പൊട്ടി തകർന്നിരിക്കുകയാണ്. ഇനി അടുത്ത വിക്കറ്റ് വീഴാൻ ഉടനെ എവിടെയാണെന്നോ? തമിഴ്നാട്ടിൽ തുടരെ വീണുകൊണ്ടിരിക്കും. 5-6 പോകും. ഒരൊറ്റ സീറ്റ് പോലും ജയിക്കത്തില്ല തമിഴ്നാട്ടിൽ BJP. നമുക്ക് ഈ പാർട്ടിയുടെ പതനം കാണാനായിട്ട് ഇനി വർഷങ്ങളൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ വർഷം തന്നെ ഏതാണ്ട് തീരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ.